ഹലോ, ഞാൻ ജെയ്സൺചാക്കോ. കേരള സർക്കാരിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു പുതിയ കേരള സർക്കാർ വ്യവസായ വകുപ്പ് ഒരു പുതിയ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതായത് എല്ലാ വീട്ടിലും ഒരു വ്യവസായം തുടങ്ങാൻ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ചെറുകിട ഏറ്റവും പരിമിതമായ തോതിൽ ആരംഭിക്കുന്ന ചെറിയ അതിസൂക്ഷ്മമായ നാനോ വ്യവസായങ്ങൾ, അഥവാ വീടിനോട് ചേർന്ന് അഥവാ വീടിനകത്ത് ചെയ്യാവുന്ന ചെറിയ വ്യവസായ യൂണിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാനോ ഹൗസ് ഹോൾഡ് അതിസൂക്ഷ്മ ഗാർഹിക വ്യവസായങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കിയെന്ന് പറഞ്ഞിരുന്നു. അതെ, അത് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. കാരണം ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കാൻ തന്നെ പല ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരൻ നേരിടേണ്ടി വരും. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ വീട്ടിൽ തുടങ്ങാവുന്ന ഒരു വ്യവസായത്തിന് പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കിക്കൊണ്ട് അതുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ എന്താണ് ഈ വീട്ടിൽ തുടങ്ങാവുന്ന വ്യവസായം എന്ന് പറഞ്ഞാൽ, ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾ, വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾ. അതുതന്നെ ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വ്യവസായവും വീട്ടിൽ തുടങ്ങാൻ പറ്റുകയില്ല. വൈറ്റ് കാറ്റഗറി വ്യവസായങ്ങളെല്ലാം വീട്ടിൽ തുടങ്ങാൻ പറ്റുകയില്ല. അതുതന്നെ വീട്ടിനകത്തോ സമീപത്തോ വീട്ടിനോട് ചേർന്നോ തുടങ്ങാവുന്ന 5 HP മോട്ടോറിൽ താഴെ മാത്രം ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ഒന്നാമത്തെ ഒരു വ്യവസ്ഥ അതാണ്, 5 HP മോട്ടോറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത് 5 ലക്ഷം രൂപ മുതൽ മുടക്ക് വരുന്ന യൂണിറ്റുകൾ, അതിൽ കൂടുതൽ ഉള്ളത് ഈ വിഭാഗത്തിൽ വരുന്നില്ല. അങ്ങനെയുള്ള മാലിന്യ സാധ്യതയില്ലാത്ത ചെറിയ വ്യവസായങ്ങൾ വീട്ടിൽ തുടങ്ങാം. അപ്പോൾ അതിനകത്ത് ഇത് കേരള വ്യവസായ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവാണ്. അത് പുതിയൊരു വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഉത്തരവാണ്. എന്നാൽ പലർക്കും മറ്റ് പല ഓഫീസുകളിലും ബാങ്കുകളിലും പഞ്ചായത്തിൽ തന്നെയും അല്ലെങ്കിൽ പലയിടത്തും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യവസായ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് എല്ലാവർക്കും ബാധകമാണെങ്കിലും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ, അവബോധം മറ്റ് വകുപ്പുകൾക്കോ ബാങ്കുകൾക്കോ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വ്യവസായ വകുപ്പിൻ്റെ താലൂക്ക് തല ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലാതല ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലോക്കിലെ വ്യവസായ ഓഫീസർ നമ്മളെ കൈത്താങ്ങ സഹായം നൽകാനായിട്ടിരിക്കുന്ന ഒരു വ്യവസായ ഓഫീസർ എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമുണ്ട്. അവർ വ്യവസായികൾക്ക് അവരുടെ ആ മേഖലയിലുള്ള വ്യവസായികൾക്ക് പ്രോത്സാഹനം നൽകാനായിട്ട് അവർക്ക് കൈത്താങ്ങ സഹായങ്ങൾ, ഏതൊരു ഓഫീസിലും ചെല്ലുമ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടാൽ ആ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ഈ സംരംഭകനോട് കൂടെ ചെന്ന് അവരെ ബന്ധപ്പെട്ട ഓഫീസറുമായിട്ട് സംസാരിച്ച് അല്ലെ ബാങ്കുമായി സംസാരിച്ച് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവരെ കൂടെ കൊണ്ടുവന്ന് കൈപിടിച്ച് സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വ്യവസായ വികസന ഓഫീസർ. അത് കഴിഞ്ഞാൽ പിന്നെ താലൂക്ക് തലത്തിൽ താലൂക്ക് വ്യവസായ ഓഫീസറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഓഫീസിൽ ചെല്ലുമ്പോൾ പാക്കിംഗ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെ ആവശ്യപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ വ്യവസായം ഒരു നാനോ വ്യവസായമാണ് നിർവചനപ്രകാരം. 5 ലക്ഷം രൂപയിൽ താഴെയുള്ളതും ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ടതും ആയ വ്യവസായമാണ്. വീട്ടിനകത്ത് തുടങ്ങാവുന്നതാണ്. അങ്ങനെ തുടങ്ങാനായിട്ട് ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത് പഞ്ചായത്ത് ലൈസൻസ് ഞങ്ങൾക്ക് വേണം. അവർക്ക് മാത്രമായിട്ട് നിയമം ഇല്ല. ഈ നിയമം
പൊതുവായി വ്യവസായം തുടങ്ങുന്ന എല്ലാവർക്കും ബാധകമായ നിയമമാണ്. അതുകൊണ്ട് അത് നമുക്ക് അതിൻ്റെ എന്തെല്ലാം ആനുകൂല്യമുണ്ടോ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് നമ്മൾ ഈ താലൂക്ക് വ്യവസായ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് അതിൻ്റെ പകർപ്പ് മേടിച്ച് ഈ ഓഫീസിൽ കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അത് നടക്കുന്നില്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസർക്കോ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർക്കോ നമ്മൾ ഇത് സംബന്ധിച്ച് നമ്മൾക്ക് നേരിട്ട പ്രതിസന്ധി സംബന്ധിച്ച് ഒരു പരാതി എഴുതി അല്ലെങ്കിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ അവിടെ നിന്ന് ജനറൽ മാനേജറോ താലൂക്ക് വ്യവസായ ഓഫീസറോ ഈ പറഞ്ഞ ബാങ്കിലേക്കോ ബന്ധപ്പെട്ട ഓഫീസിലേക്കോ ഒരു കത്ത് ഇത് സംബന്ധിച്ച് നൽകി പ്രശ്നം പരിഹരിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ജില്ലാ തലത്തിൽ തന്നെ സമിതികളുണ്ട് ഇങ്ങനെയുള്ള തർക്ക വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട്. അവിടെ വെച്ച് ജനറൽ മാനേജറുടെയും മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെയും സമിതിയിൽ വ്യവസായത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പം നിയമപരമായി നമുക്ക് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ഉത്തരവ് പ്രകാരം പറഞ്ഞിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ അവകാശമാണ്. അത് ആ ഉത്തരവ് നമ്മൾ അവകാശപ്പെടുത്താവുന്നതാണ്. അതിന് വിരോധമായിട്ട് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൈത്താങ്ങ സഹായം ചെയ്ത് നിങ്ങളോടൊപ്പം വന്ന് ബാങ്കിൽ വന്നോ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ വന്നോ അല്ലെങ്കിൽ ഏത് ഓഫീസിലാണ് അവിടെ വന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് ചുമതലപ്പെടുത്തപ്പെട്ട വ്യവസായ വികസന ഓഫീസറുണ്ട്. അവരെ സമീപിച്ച് അവരോട് ഈ വിഷയം പറഞ്ഞാൽ അവരും നിങ്ങളെ ബന്ധപ്പെട്ട ഓഫീസറുമായി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ച് തരുന്നതായിരിക്കും. ഇനി ഗ്രീൻ കാറ്റഗറി വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് പൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ മലിനീകരണ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ സർക്കുലർ പ്രകാരം വ്യവസായങ്ങളെ റെഡ്, ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഈ ഉത്തരവ് പ്രകാരം നമുക്ക് ഓൺലൈനായിട്ട് പരിശോധിച്ചാൽ നമുക്കത് സംബന്ധിച്ച വ്യവസായങ്ങൾ ഏതാണെന്നുള്ളത് ഓൺലൈനായി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ചില വ്യവസായങ്ങളെ കുറിച്ച് മാത്രം ഞാനിവിടെ പറയുകയാണ് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുവാനായിട്ട്. ആയുർവേദ ഹോമിയോ മരുന്നുകൾ ഉണ്ടാക്കുന്ന വ്യവസായം അത് ഗ്രീൻ കാറ്റഗറിയാണ്. രണ്ട് ബേക്കറി, കൺഫെക്ഷണറി, അതുപോലെ സ്വീറ്റ്സ് ഇതുണ്ടാക്കുന്നത് ഗ്രീൻ കാറ്റഗറി വ്യവസായമാണ്. ക്യാൻഡി ഉണ്ടാക്കുന്നത് ഗ്രീൻ കാറ്റഗറി വ്യവസായമാണ്. അതുപോലെ കാർഡ്ബോർഡ്, പേപ്പർ ബാഗ്, പേപ്പർ ക്യാരി ബാഗ്, പേപ്പർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഗ്രീൻ കാറ്റഗറി വ്യവസായമാണ്. കാർപ്പൻട്രി, തടിപ്പണികൾ നടത്തുക, അല്ലെ വുഡൻ ഫർണിച്ചർ, അത് ഗ്രീൻ കാറ്റഗറി വ്യവസായമാണ്. പക്ഷേ വുഡൻ ഫർണിച്ചറിനെ സംബന്ധിച്ചിടത്തോളം 5 HP താഴെ മോട്ടോർ ഒന്നാമത് ഉണ്ടായിരിക്കണം. മാത്രമല്ല വുഡൻ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ തടിയെടുക്കുമ്പോൾ ആ തടിക്ക് തീർച്ചയായിട്ടും NOC, തടിയെടുത്ത് വ്യവസായം നടത്തുന്നയാളാണെങ്കിൽ അതിന് ഫോറസ്റ്റ് വകുപ്പിൻ്റെ NOC ആവശ്യമായി വരും. അപ്പോൾ വുഡൻ ഫർണിച്ചർ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന തടി പുതിയ തടിയെടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതും ഈ പറയുന്ന NOCയുടെ ആവശ്യം ഉണ്ടായേക്കാം. എന്നാൽ പഴയ തടിയെടുത്ത് പണി ചെയ്യുകയോ അല്ലെങ്കിൽ കാർപ്പൻട്രി വർക്ക് സർവീസായിട്ട് ചെയ്യുകയോ അങ്ങനെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് 5 HP താഴെ മോട്ടറും അല്ലെ യന്ത്രങ്ങളും ഉപയോഗിക്കുന്നുള്ളെങ്കിൽ അതിന് ഈ പറഞ്ഞ ഗ്രീൻ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊന്ന് ലെതർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ, ലെതർ ചെരുപ്പുകളോ ബാഗുകളോ ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രീൻ കാറ്റഗറിയാണ്. ഫിനൈൽ
ടോയ്ലറ്റ് ക്ലീനർ മുതലായവ ഉണ്ടാക്കുന്നത് ഗ്രീൻ കാറ്റഗറിയാണ്. പവർ ലൂംസ്, കൈത്തറികളോ അല്ലെങ്കിൽ മോട്ടർ വെച്ച തറികൾ നമുക്ക് വീടിനോട് ചേർത്ത് ഇട്ട്, അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായ യൂണിറ്റായിട്ട് തന്നെ 10 തറി വരെയും ഇട്ട് നമുക്കൊരു തുണി ഉൽപ്പാദിപ്പിച്ചാൽ ഇന്ന് അതിന് വലിയ ഡിമാൻഡുണ്ട്. കേരള സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി ഈ കൈത്തറി യൂണിഫോമുകൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിക്ക് ഡിമാൻഡുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യവസായങ്ങൾ തറിയിട്ട്, പവർ ലൂംസ് ഇട്ട്, യന്ത്രം ഉപയോഗിച്ചുള്ള തറികൾ, യന്ത്രത്തറികൾ ഉപയോഗിച്ച് ഒക്കെ നമുക്ക് വ്യവസായം തുടങ്ങാനായിട്ട് പ്രത്യേക പദ്ധതി വ്യവസായ വകുപ്പിനുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കും. പിന്നെ കോട്ടൺ വേസ്റ്റ് കൊണ്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. കോട്ടൻ്റെ വേസ്റ്റ്, കൈ തുടയ്ക്കാനും വർക്ക്ഷോപ്പുകളിലൊക്കെ തുടയ്ക്കുന്ന ഈ വേസ്റ്റ്, അത് ഒരു മെഷീനിലൂടെ കടത്തിവിട്ടാണ് അത് ആ വേസ്റ്റ് രൂപത്തിലാക്കുന്നത്. അപ്പം അങ്ങനെ കോട്ടൺ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകൾ വീട്ടിൽ തുടങ്ങാം. അത് ഗ്രീൻ കാറ്റഗറിയാണ്. പിന്നെ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് ഈ ഗ്രീൻ കാറ്റഗറിയാണ്. ഇതെല്ലാം ഒരു നിശ്ചിത അളവിൽ വരുന്ന, ഇതെല്ലാം വലിയ വൻതോതിൽ തുടങ്ങാം. അത് അപ്പോൾ വിഭാഗം മാറിയെന്ന് വരാം. എന്നാൽ സാധാരണഗതിയിൽ ചെറിയ അളവിൽ നമ്മൾ ഇതൊക്കെ ആരംഭിക്കുന്നതിന് വീട്ടിനോടനുബന്ധിച്ചോ തുടങ്ങുന്നത് നാനോ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. പിന്നെ വൈറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും പൊല്യൂഷൻ സാധ്യതയില്ലാത്ത വിഭാഗങ്ങളായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അതിൽപ്പെടുന്ന ചില കാര്യങ്ങൾ പറയും. ഞാനിപ്പോൾ പറഞ്ഞത് മാത്രമല്ല, വേറെയും ഗ്രീൻ കാറ്റഗറി വ്യവസായങ്ങളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചിലത് പരാമർശിച്ചതേ ഉള്ളൂ. ഇനി വൈറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എയർ കണ്ടീഷണറോ എയർ കൂളറോ അസംബിൾ ചെയ്യുന്ന യൂണിറ്റ് ഒരു വൈറ്റ് കാറ്റഗറി യൂണിറ്റാണ്. പിന്നെ ബയോ ഫെർട്ടിലൈസറോ ബയോ പെസ്റ്റിസൈഡോ നിർമ്മിക്കുന്നതിന്, ഇതിനകത്ത് ഇനോർഗാനിക് കെമിക്കൽസ് ഉപയോഗിക്കാതെ നമുക്ക് സാധാരണ ജൈവ വളങ്ങളോ ജൈവ കീടനാശിനികളോ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകൾ വൈറ്റ് കാറ്റഗറിയിൽ വരും. ചായ മിക്സ് ചെയ്യുന്നത്, ബ്ലെൻഡ് ചെയ്ത് പാക്ക് ചെയ്യുന്നതൊക്കെ വൈറ്റ് കാറ്റഗറിയാണ്. അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ചോക്ക് ഉണ്ടാക്കുന്നത് വൈറ്റ് കാറ്റഗറിയാണ്. കോട്ടൺ ആൻഡ് വൂളൻ ഹോയ്സറീസ്, കാലുറകൾ, സോക്സ് പോലെയുള്ള സംഗതികൾ കോട്ടനും വൂളനും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും വൈറ്റ് കാറ്റഗറിയിൽപ്പെടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല വൈറ്റ് കാറ്റഗറി, ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട പല വ്യവസായങ്ങളും വീട്ടിനകത്ത് തന്നെ തുടങ്ങാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ തന്നെ തുടങ്ങാൻ കഴിയും. കാര്യം ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയൊരു വ്യവസായം തുടങ്ങാനായിട്ട് അതിൻ്റെ നൂലാമാലകൾ മൂലം പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്ന ചെല്ലുമ്പോൾ അവിടുന്ന് വേറെ പലതും ആവശ്യപ്പെടും. അങ്ങനെ പല ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ചെറിയ വ്യവസായം വീട്ടിൽ തുടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അനേക ആളുകളുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്, ഈ ഒരു സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ സംരംഭം ആരംഭിക്കാം. അത് പിന്നീട് ഒരു പരിധി വിട്ട് വളരുമ്പോൾ നിങ്ങൾക്ക് പുതിയ വ്യവസായമായിട്ട് നിങ്ങൾക്ക് വേറൊരു കെട്ടിടത്തിലേക്ക് മാറ്റി വലിയ തോതിൽ വ്യവസായ യൂണിറ്റാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നമ്മളൊരു വ്യവസായം തുടങ്ങുന്നതിന് ഇത് വളരെ അനുകൂലമായ ഒരു ഉത്തരവാണ്. അതുകൊണ്ട് വ്യവസായം സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഇതുപോലെയുള്ള വീഡിയോ എടുത്ത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് നൽകുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.